നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച് ഈ മലമടക്കുകളിൽ ഒരു കമ്പളം വിരിച്ച പോലെ കിടക്കുന്ന പച്ചപ്പിൻ്റെ കമ്പളം വിരിച്ച പോലെ കിടക്കുന്ന ഈ ഹരിതാഭം മുഴുവൻ ടൂറിസ്റ്റുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന സീ പ്ലെയിനാണ്. അല്പനിമിഷങ്ങൾക്കൊക്കെ മാട്ടുപ്പെട്ടി റിസർവോയറിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപക്ഷെ വളരെ അപൂർവമായ ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ ടൂറിസം മാപ്പിൽ ഒരുപക്ഷെ ലോക ടൂറിസ്റ്റിലേക്ക് നമുക്ക് കടന്നു കയറാനുള്ള ഒരു കുറുക്ക് വഴി കൂടിയായിട്ടാണ് ഈ സീ പ്ലെയിനെ കാണുന്നത്. കരയിലും വെള്ളത്തിലും ഒരുപോലെ ലാൻഡ് ചെയ്യാൻ കഴിയുന്ന പ്ലെയിനാണിത്. 12 പേർക്ക് ഇരിക്കാൻ കഴിയും. ഇതിൻ്റെ വാതിലുകൾക്കുള്ള പ്രത്യേകത വലിപ്പമുള്ള വാതിലുകളാണ്. അതുകൊണ്ട് തന്നെ പുറം കാഴ്ചകൾ കൂടുതൽ കാണാൻ ഇതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കഴിയും. കഷ്ടിച്ച് അരമണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ ബോൾഗാട്ടിൽ നിന്ന് പറന്നു പൊങ്ങിയ വിമാനം മാട്ടുപ്പെട്ടിയിലെ റിസർവോയറിൽ ഇറങ്ങാൻ. ഒരുപക്ഷെ ആനത്താര ഉള്ള ഈ മാട്ടുപ്പെട്ടിയിൽ തീർച്ചയായിട്ടും ആനകൾക്ക് ഇത് പ്രകോപനമാക്കുമോ എന്ന സംശയം വനംവകുപ്പ് പറയുന്നുണ്ട്. അത് ശേഷിക്കെ അതിനൊന്നും അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ മാട്ടുപ്പെട്ടി ഡാമിലെ വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ അരമണിക്കൂർ കൊണ്ട് ഹൈറേഞ്ചിലേക്ക് 4 മണിക്കൂർ ദൈർഘ്യമുള്ള ഹൈറേഞ്ചിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വലിയ കാര്യമായിരിക്കും ടൂറിസ്റ്റുകൾക്ക്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു മൂന്നാർ മലമടക്കുകളുടെ സൗന്ദര്യം മുഴുവൻ, ആ ഹരിതാപം മുഴുവൻ ആസ്വദിക്കുവാനും പച്ചക്കമ്പളം വിരിച്ചതുപോലെ കിടക്കുന്ന ഈ മലമടക്കുകളുടെ സൗന്ദര്യവും ലാവണ്യവും ഈ പാശ്ചാത്യ നാടുകളിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഒരുപക്ഷെ ഈ സീ പ്ലെയിന് കഴിഞ്ഞേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. ഇത് പരീക്ഷണ പറക്കലാണ്. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ 6 മാസങ്ങൾക്കകം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ജലാശയങ്ങളിലേക്ക് ഈ സീ പ്ലെയിൻ പറന്നിറങ്ങും. വിദേശ സഞ്ചാരികളുമായി യാത്ര ചെയ്യുന്ന സീ പ്ലെയിൻ നമ്മുടെ മനോഹരമായ പല പ്രദേശങ്ങളിലേക്കും, ചന്ദ്രഗിരി, അതുപോലെ ബാണാസുര സാഗർ, കൊല്ലത്തെ അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ എന്നിങ്ങനെയുള്ള പല ജലാശയങ്ങളിലേക്കും പറന്നിറങ്ങും. 2 മീറ്റർ ആഴമുള്ള ഏത് സ്ഥലത്തും ഏത് ജലാശയത്തിലും ഒരുപക്ഷെ പറന്നിറങ്ങാൻ കഴിയുന്ന ഈ സീ പ്ലെയിൻ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഭാഗമാക്കി ഒരുപക്ഷെ ഈ മാട്ടുപ്പെട്ടി ഡാം ഡിസൈൻ ചെയ്ത ഒരാളും ഭാവിയിൽ ഇവിടെ ഒരു വിമാനത്താവളം ഉണ്ടാകുമെന്നും അതുപോലെ ഒരു ഡ്രോൺ വരുമെന്നും അതുപോലെ ഈ ഡാമിൽ ഒരു വിമാനം വന്നിറങ്ങുമെന്നും ആലോചിച്ചു പോലും കാണില്ല. ഒരുപക്ഷെ മേഘപാളികൾക്കിടയിൽ നമ്മുടെ ക്യാമറ തിരികിയിരുന്നെങ്കിൽ ഇതിൻ്റെ അപൂർവമായ മറ്റു ചില കാഴ്ചകൾ കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാമായിരുന്നു. ഇത് പറന്നിറങ്ങുന്ന ദൃശ്യം ഒരുപക്ഷെ ഈ ലാൻഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസം മാപ്പിലേക്കുള്ള ലാൻഡിംഗ് ആണ് എന്നുകൂടി മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ജലാശയത്തിലെ ഓളങ്ങൾ ഇളകുമ്പോൾ ആ ഇളക്കം ടൂറിസ്റ്റുകളുടെ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു ഇത്. ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ പ്രചാരണം അഴിച്ചുവിടുന്നുണ്ട്. അഷ്ടമുടി കായലിലൊക്കെ തന്നെ ബോട്ടുകൾ നിരത്തി ഇതിൻ്റെ ലാൻഡിങ്ങിനെ എതിർത്ത അതേ ആളുകൾ തന്നെ ഇപ്പോൾ ഇതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് എതിർത്ത ആൾക്കാർ തന്നെ ഇത് നല്ല പദ്ധതിയാണെന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയുടെ വിജയമാണ്, ഉമ്മൻചാണ്ടി ആയിരുന്നു ശരി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണെന്ന് കോൺഗ്രസ് പ്രചാരണം. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വികസനത്തിൽ ഉമ്മൻചാണ്ടിയുടെ പ്രാധാന്യം ആർക്കും കുറച്ച് കാണാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സ്വപ്ന പദ്ധതികൾക്ക് വേഗം കൽപ്പിക്കുന്നതിനും അതിന് അനുവാദം നൽകുന്നതിനുമൊക്കെ തന്നെ ഉമ്മൻചാണ്ടി വളരെ വളരെ മുന്നിലായിരുന്നു. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ സൽപ്പേരിന് എന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ നമുക്ക് ഇനി അതിനെക്കുറിച്ചും തർക്കിച്ചിട്ട് കാര്യമില്ല. കക്ഷി രാഷ്ട്രീയത്തിന് നിറമല്ല നമുക്ക് വേണ്ടത്, മുന്നോട്ടുള്ള വളർച്ചയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ വേണം, നമുക്ക് വരുമാനം വേണം. വിദേശ നാടുകളിലുള്ള ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, നമ്മുടെ പച്ചപ്പിൻ്റെ ആകർഷണം കൊണ്ട് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മലമടക്കുകളുടെ സൗന്ദര്യം ആവാഹിച്ച് അവർക്ക് നൽകുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് റോഡ് ഗതാഗതത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ഈ സീ പ്ലെയിൻ പോലെയുള്ള മാർഗ്ഗങ്ങളിലൂടെ ഇവരെ ഹൈറേഞ്ചിൻ്റെ മേഖലയിലൊക്കെ എത്തിക്കാൻ കഴിഞ്ഞാൽ വിദേശ നാടുകളിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് ചെറുകേറി ബോൾഗാട്ടിൽ നിന്ന് പറന്നു വരുന്ന അരമണിക്കൂർ കൊണ്ട് മാട്ടുപ്പെട്ടിയിലെ റിസർവോയറിൽ വന്നിറങ്ങിയത്. വളരെ പണ്ടേ തന്നെ മാട്ടുപ്പെട്ടി ലോക പ്രശസ്തമാണ്. ഇൻഡോസിസ് പ്രോജക്റ്റ് അവിടെ ഉണ്ട്. നമ്മുടെ ഒരുപക്ഷെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളക്കാർ അവിടെ ഒരു ട്രെയിൻ ഗതാഗതം നടത്തിയിരുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ ടോപ്പ് സ്റ്റേഷനിലൊക്കെ ട്രെയിൻ ഉണ്ടായിരുന്നു. തേയിലകൾ വിദേശ നാടുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിരുന്നു ഈ ട്രെയിൻ ഗതാഗതമെങ്കിൽ ടൂറിസത്തിൻ്റെ സാധ്യതയാണ് ഈ സീ പ്ലെയിൻ ആരായുന്നത്. ഒരുപക്ഷെ നമ്മുടെ പുതിയ കാലത്തിൻ്റെ പരീക്ഷണ പറക്കലാണ് ഇന്ന് നടന്നത്. വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളിലൂടെ ടൂറിസം നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ലേശം അലവസരമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് വരും കാലത്തുണ്ടാകുന്ന വരുമാന വ്യതിയാനവും വ്യത്യാസവും കണക്കിലെടുത്തേ മതിയാകൂ. ഈ പറക്കൽ ഒരുപക്ഷെ ഈ പച്ചപ്പ് മുഴുവൻ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഈ പറക്കൽ, ഇതിൽ സഞ്ചരിക്കാൻ കഴിയുന്നതിന് വലിയൊരു കാര്യമാണ്. ഇത് ബോൾഗാട്ടിയിൽ ആദ്യം ഒരു പരീക്ഷണ പറക്കൽ നടത്തിയപ്പോൾ മന്ത്രിമാരായ ശിവൻകുട്ടിയും പി രാജീവും അതുപോലെ പി എ മുഹമ്മദ് റിയാസും ഇതിലുണ്ടായിരുന്നു. അവരെ ഒരു റൗണ്ട് കാണിച്ചു കൊടുത്തതിന് ശേഷം അവരെ ലാൻഡ് ചെയ്യിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്ത് മാട്ടുപ്പെട്ടിയിലെ റിസർവോയറിൽ ഇറങ്ങി.